ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗ്നസ് ഗൈഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു എക്സ്ചേഞ്ചാണ് പരിചയപ്പെടുത്തിയിരുന്നത്. പെട്ടെന്ന് എന്താണ് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് എങ്ങനെയാണ് ചെറിയ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് എന്നല്ല, കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരുപാട് ബിറ്റ്മാർട്ടിൻ്റെ റേഞ്ചസ് പ്രോഗ്രാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അധികം റിസ്ക് ഇല്ലാണ്ട്, ഒട്ടും റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അധികം റിസ്ക് ഇല്ലാണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് കോപ്പി ട്രേഡിങ്. സോ എന്താണ് കോപ്പി ട്രേഡിംഗ് എന്നെല്ലാം നമ്മൾ മുൻപ് Gate.aiൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പാണ് ബിറ്റ്ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുള്ളത്. സോ അത് നമ്മുടെ മൊബൈലിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. സോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. ഗീവ് അവേ പറഞ്ഞാൽ AI ടോക്കൺസ് റിലേറ്റഡ് ആയിട്ട് ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇതൊരു അക്കൗണ്ട് തുടങ്ങിയില്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ചിലപ്പം ഒരു ലക്കി ഡ്രോ പോലെ ചിലപ്പോൾ ഒരു BTC വരെ കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടണമെന്ന് പറയില്ല, ഹുവോബിയിലൊക്കെ ലക്കി ഡ്രോ നടന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നേരെ ഞാൻ ബിറ്റ്ഗെറ്റിൻ്റെ ആപ്പിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് തുടങ്ങാനുള്ള ലിങ്ക് തുടങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിൽ തുടങ്ങാനുള്ള ലിങ്ക് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുകയാണ്, ഒരു മറ്റേ ജാക്ക് ബോട്ട് പോലെ. സോ ആദ്യം ജാക്ക് ബോട്ടറിനെ കുറിച്ച് പറയാം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബാനറിനകത്ത് ബിറ്റ്ഗെറ്റ് AI ഡേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ലക്കി വീൽ സ്പിൻ ചെയ്യുന്ന പരിപാടിയാണ്. ഹോബിക്കകത്ത് കുറേ പേര് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ AI റിലേറ്റഡ് ടോക്കൺസ് ഒക്കെ സ്പിൻ ചെയ്ത് കിട്ടുന്നൊരു സംഭവമാണ് പറയുന്നത്. ഇതിനിപ്പം 5 ദിവസത്തോളം ഈ സംഭവം ഉണ്ട്. 5 ദിവസം ഉണ്ട്. വലിയ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ഒന്നുമില്ല. ഇതൊരു അക്കൗണ്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാസ്കുകളാണ്. അതിലെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് സക്സസ്ഫുള്ളി പാർട്ടിസിപ്പേറ്റ് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സംഭവത്തിൽ ഞാൻ ലിങ്ക് തരാം. നിങ്ങൾ അതിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഫിലിയേറ്റ് ഒന്നും അല്ല എന്നാണ് പറയണത്. ഞാൻ ഓൾറെഡി നോർമലായിട്ട് അക്കൗണ്ട് തുറക്കണം, നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കാണുന്നത് യു ഡിഡ് നോട്ട് രജിസ്റ്റർ വിയ ദ ലിങ്ക് പ്രൊവൈഡഡ് ബൈ ദ അഫിലിയേറ്റ്. ഞാൻ നോർമലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് എൻ്റെ ലിങ്ക് താഴെ തരികയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അഫിലിയേറ്റിൻ്റെ ലിങ്കാണ് തരുന്നത്. സോ നിങ്ങൾക്ക് അതിലൂടെ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ ഫിനിഷ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. അതുപോലെ KYC കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്താൽ KYC ഒക്കെ വളരെ എളുപ്പമാണ്. ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. സോ ഓരോ പോയിന്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോ ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതിനകത്ത് BTC ഉണ്ട്, $20 കൂപ്പൺ ഉണ്ട്, അജിക്സ് ടോക്കൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മെസ്സിയുടെ ജേഴ്സി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, ബട്ട് ഓഫ് കോഴ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത ടാസ്ക്കാണ്. പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ കോപ്പി ട്രേഡിംഗ്, ഗ്രിഡ് ട്രേഡിംഗ് ഒക്കെയാണ്. അപ്പോൾ കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മളിന്ന് പറയുന്നുണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് വലിയ ടാസ്ക്കാണ്, നമുക്ക് നോക്കാം. അതിപ്പോൾ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ള പോയിന്റ്സ് കിട്ടിയില്ല, ഏതെങ്കിലും കിട്ടിയാലും ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞ കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് പറയാം. കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മൾ കോപ്പി ട്രേഡിംഗ് ആണ് പറയുന്നത്, മറ്റുള്ളതെല്ലാം മെല്ലെ പറയാം. സോ കോപ്പി ട്രേഡിങ്ങിൽ ബേസിക്കായിട്ട് വേണ്ടത് എന്താണ് സംഭവം എന്നുള്ളത്, കോപ്പി ട്രേഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പ്രൊഫഷണലായിട്ട് ഏതെങ്കിലും ട്രേഡേഴ്സിൻ്റെ ട്രേഡിങ് കോപ്പി ചെയ്യുക. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് ചെയ്യുക. $100, $50 ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് $50 ഇടുക. നിങ്ങളൊരു കുഴപ്പമില്ലാത്തൊരു $50 ഇട്ട് നല്ലൊരു ട്രേഡറെ കണ്ടുപിടിച്ച് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ നല്ലൊരു ട്രേഡറെ കണ്ടുപിടിച്ച് അവരുടെ ട്രേഡ് കോപ്പി ചെയ്യുക. നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം ടാർഗറ്റ് എല്ലാം സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. സോ അത് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചാർട്ടിന് മുന്നിലൊന്നും ഇരിക്കേണ്ട. അവരുടെ ആദ്യം നമ്മളൊരു ട്രേഡറെ ചൂസ് ചെയ്യുമ്പം അവരുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ടോ, അവരുടെ ROI എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് രണ്ട് സ്ഥലത്ത് ഇതിലത്തെ ടൈപ്പുള്ള ട്രേഡേഴ്സ് രണ്ട് ഇൻസ്ട്രുമെൻറ്റിനകത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫ്യൂച്ചേഴ്സിനകത്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സ്പോട്ടിനകത്ത് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചേഴ്സിനകത്ത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക്കും കൂടും, റിവാർഡും കൂടും. നല്ല രീതിയിൽ ചിലപ്പം 50x ഒക്കെ ലിവറേജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ റിവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. പോയി എന്ന് പറഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമുക്ക് ചെറിയ കിട്ടുന്ന ഫണ്ടിൽ വെച്ച് ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ട്രേഡിങ് ചെയ്ത് പഠിക്കണം എന്നുള്ളതല്ലേ. പിന്നെ നമുക്കൊരു ട്രേഡർ ആവണ്ടേ. നമുക്ക് ഇതുപോലെ നമ്മുടെ ട്രേഡ് കോപ്പി ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ വരുമാനം നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒപ്പം കിട്ടുന്നത് ബെസ്റ്റ് അല്ലേ. സോ അതൊക്കെ മെയിൻലി കോൺസെപ്റ്റ് മനസ്സിൽ വയ്ക്കുക. സോ ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിനകത്തും സ്പോട്ടിനകത്തും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ ആദ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഇന്ത്യൻ ട്രേഡേഴ്സ് മാത്രമേ ഉള്ളൂ. ഗ്ലോബലി ഉള്ള ട്രേഡേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഫിൽറ്റർ ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ലോക്കൽ എന്നുള്ള സാധനം ഡിസേബിൾ ചെയ്തിട്ട് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്തതിൽ ഇപ്പം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സിന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. മറ്റേത് ഇന്ത്യയിലുള്ള, നമ്മൾ ഇന്ത്യൻ റീജിയൻ ആയതുകൊണ്ട് നിങ്ങൾ ഏത് റീജിയനാണ് ആ റീജിയനിലുള്ള ട്രേഡേഴ്സിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ എല്ലാവരെയും കാണാൻ പറ്റും. പിന്നെ ഇവിടെ റാങ്കിങ്ങിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തിൻ്റെ ബേസിലാണ് നമുക്ക് ട്രേഡറെ ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് എന്താ നോക്കേണ്ടത് വെച്ചാൽ നമ്മൾ കോപ്പി ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഫിറ്റാണ് നോക്കുന്നത്. സോ ബേസിക്കലി കോപ്പിയേഴ്സിൻ്റെ PNL കൂടുതൽ കിട്ടിയ ആൾക്കാരെ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. സോ കോപ്പിയേഴ്സ് PNL ചൂസ് ചെയ്യാം. ഞാൻ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷനാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. പക്ഷേ നമുക്ക് കുഴപ്പമില്ലാത്ത സംഭവം തന്നെയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ആളുടെ, ജേസൺ എന്ന് പറഞ്ഞ ആളുടെ, ലക്കിംഗ് ബോയ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. സോ ഇവരെല്ലാം തിരക്കേടില്ലാത്ത റിട്ടേൺസ് ആണ്. കോപ്പിയേഴ്സിൻ്റെ PNL നോക്കുകയാണെങ്കിൽ കാണാം
$6,46,112 പ്രോഫിറ്റാക്കി കൊടുത്തേക്കുന്നത്. സോ അങ്ങനെ ഓരോന്നുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ 2 പേരാണെങ്കിൽ നമുക്കിവിടെ ഫുള്ള് കാണാൻ പറ്റും. കാരണം ഈ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ട്രേഡർ ആയതുകൊണ്ടാണ് 1000 സാധാരണ 500 പേർക്കാണ് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ബിറ്റ്ഗെറ്റിനെ സംസാരിച്ചിട്ട് അത് കൂടുതലാക്കി കൊടുക്കും. സോ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 1000 പേരാണ്. സോ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ 1000 ഓൾറെഡി ഫുള്ളാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനകത്ത് കോപ്പി ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ സ്ലോട്ട് റിമൈൻഡർ എന്ന് പറയുന്ന സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1000-ൽ 1-2 ആൾക്കാർ ഒരാൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ഇന്ന ആളുടെ സ്ലോട്ട് അവൈലബിൾ ആണെന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ വന്ന് ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓവർവ്യൂസിലെ കാണാം, ഇയാൾ 605 ദിവസമായി ഈ ഒരു ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിനകത്ത് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ചിനകത്ത് ജോയിൻ ചെയ്തിട്ട് അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇയാൾ കുറേ കാലമായിട്ട് ഈ ബിറ്റ്ഗെറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം 6,871 ട്രാൻസാക്ഷൻസ് ട്രേഡിംഗ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ROI എന്ന് പറഞ്ഞാൽ തിരക്കില്ലാത്ത നല്ല രീതിയിലൊരു ROI ആണ്. ഇപ്പോൾ 7 ദിവസത്തെ ROI കിട്ടണോ, ഒരു മാസത്തെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ROI എന്ന് പറയുന്നത്. സോ അയാൾ ഇടുന്നതിന് എത്ര കിട്ടുന്നുണ്ട്, ഓരോ ദിവസങ്ങളനുസരിച്ച് ചാർട്ട് അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ടോട്ടൽ PNL മെല്ലെ മെല്ലെ ഹൈക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എത്തീരിയം BTC എന്ന് പറഞ്ഞ പെയറിലാണ്. 7 ദിവസമായിട്ടാണ്. അപ്പം 24 മണിക്കൂറിൽ പുള്ളി എത്തീരിയത്തിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഒരു മാസമായിട്ട് നോക്കുകയാണെങ്കിൽ എത്തീരിയത്തിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്തേക്കണേ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എത്തീരിയം മാത്രമല്ല പറയണേ, BTCയിൽ എത്ര പെർസെൻറ്റേജ്, ഒരു മാസത്തിൽ BTCയിൽ എത്ര കൊടുത്തു, എത്തീരിയത്തിൽ എത്ര കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രോഫിറ്റും ലോസും ഇതിനകത്ത് ഒരു മൊത്തത്തിലുള്ള ഡ്യൂറേഷൻ്റെ പ്രോഫിറ്റ് ലോസ് കാണാൻ പറ്റും. എത്ര വലിയ വോളിയത്തിലാണ് ട്രേഡ് ചെയ്യണമെന്ന് കാണാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് എത്ര ദിവസമായി ജോയിൻ ചെയ്തിട്ട് എത്ര ട്രാൻസാക്ഷൻസ് അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര കുഴപ്പമില്ലാത്ത ലോസ് വരുന്നുണ്ട്, കറൻറ്റ്ലി എന്തെങ്കിലും ട്രേഡ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ഡാറ്റാസ് പറയുന്നത് ഇതിനകത്ത് അയാൾ കാണാം, ROI ഇത്രയും പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്, ഇത്രയും ഓർഡേഴ്സ്, ഇതിൻ്റെ അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. ഏകദേശം 10,214 പേര് ഫോളോവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ PNL ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്, ഗെയിൻ ഇത്ര ഇട്ടുണ്ട്, ലോസ് ഇത്ര ഇട്ടുണ്ട്. ഒരുപാട് പേഴ്സ് ഇയാൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻലി ഇപ്പം എത്തീരിയത്തിലും BTCയിലാണ് നമ്മൾ കണ്ടത് ലാസ്റ്റ് ഒരു മാസമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം മാർക്കറ്റ് അത്രയ്ക്ക് നല്ലൊരു മാർക്കറ്റ് അല്ലാത്തതുകൊണ്ട് പുള്ളി റിസ്ക് എടുക്കാണ്ട് എത്തീരിയത്തിലും BTCയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓർഡേഴ്സ് ഇപ്പം കറൻറ്റ്ലി ഒരു ഓർഡറും ഓപ്പൺ അല്ല. കോപ്പീസ് പറഞ്ഞാൽ ഇതൊക്കെയാണ് അയാളെ കോപ്പി ചെയ്യുന്ന ആൾക്കാർ ഇത്രയും പ്രോഫിറ്റുകൾ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവരുടെ ഇൻസൈറ്റ്, ബിറ്റ്ഗെറ്റിന് ഇൻസൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാലമായതുകൊണ്ട് ബിറ്റ്ഗെറ്റിൻ്റെ ഇവരുടെ ഇൻസൈറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് സംഭവങ്ങളുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ വളരെ നല്ല ഒരാളാണ്. പക്ഷേ നമുക്ക് കറൻറ്റ്ലി അവൈലബിൾ അല്ല, സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട്. നമ്മളിനി അവൈലബിൾ ഒരാളാണെങ്കിൽ, ഇപ്പോൾ ലെക്കിംഗ് ബോയ് ആണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ROI കാണാം, എല്ലാം കാണാൻ പറ്റും. നമുക്കത് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഡാറ്റയിൽ നോക്കുകയാണെങ്കിൽ അക്യുമുലേഷൻ ഫോളോവേഴ്സ്, ട്രേഡിംഗ് ഓർഡേഴ്സ് എത്രയുണ്ടെന്ന്, ഏതൊക്കെ പേഴ്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ഇത് ഒരുപാട് ട്രേഡിംഗ് പേഴ്സിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ മാക്സിമം ചൂസ് ചെയ്യാതിരിക്കാൻ നല്ലത്. മെയിൻലി 1, 2, 3 ടോക്കണിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ലോസ് വന്നാലും നമുക്ക് നല്ല രീതിയിൽ ലോസ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേഴ്സ് ഉള്ളത് മാക്സിമം സെലക്ട് ചെയ്യാതിരിക്കുക. അതാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ നല്ലൊരു ട്രേഡറെ ചൂസ് ചെയ്യാം. ഇനി ഫണ്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ബൈനാൻസിൽ നിന്ന് ഏതെങ്കിലും വാലറ്റിൽ നിന്ന് നിങ്ങൾ ഫണ്ട് ബിറ്റ്ഗെറ്റിലേക്ക് കൊണ്ടുവരിക. ബിറ്റ്ഗെറ്റിൽ സ്പോട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ നിന്ന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ബൈനാൻസിലൊക്കെ ചെയ്യുന്ന പോലെ, ഇപ്പം ഇതിപ്പോൾ എൻ്റെ ഫ്യൂച്ചേഴ്സിനകത്താണ്, സ്പോട്ടിനകത്ത് 0 ആണ്. അപ്പോൾ ഞാൻ ഫ്യൂച്ചേഴ്സിനകത്തേക്ക് ഒരു $45 കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ $45 വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളതിന് അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം. കാരണം അതും കൂടി പറഞ്ഞ് അത് വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കൂടി പറയുമ്പോൾ വീഡിയോ ഭയങ്കര ലോഗാവുള്ളൂ. സോ അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിനകത്ത് ഇവർക്ക് എത്ര പെർസെൻറ്റേജ് നമ്മൾ ഫീസ് കൊടുക്കണം, നമുക്ക് ഇവർക്ക് എന്താണ് പ്രോഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പോൾ ഇയാൾ എടുക്കുകയാണെങ്കിൽ ഇയാൾ പറയണത് എത്രത്തോളം പ്രോഫിറ്റ് ഇയാൾക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എവിടെ കാണേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലെക്കിംഗ് ബോയുടെ കേസിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളിതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് എത്രത്തോളം പെർസെൻറ്റേജ് നമുക്ക് ഫീസായിട്ട് കൊടുക്കണം എന്നുള്ളത് കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. 10% നമ്മൾ ഇതിൽ കിട്ടുക, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഇവരെ കോപ്പി ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ട്രേഡിൽ നിന്ന് 10% ആ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഇവർക്ക് കമ്മീഷനായിട്ട് കൊടുക്കണം. അതാണ് ഓരോ ആൾക്കാർക്ക് ചിലപ്പോൾ 4%, 5%, 10% അത് നമ്മൾ നോക്കുക. നല്ല പ്രോഫിറ്റ് തരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ കമ്മീഷൻ കൊടുക്കേണ്ട കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് തന്നെ വേറൊരു കേസ് എന്താ വെച്ചാൽ, നമ്മളെല്ലാം ഇവരെ കണ്ണടച്ച് ഫോളോ ചെയ്യാണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു 10 എന്ന് സംഭവം വെക്കുകയാണെങ്കിൽ നമുക്കിവിടെ റിസ്ക് മാനേജ്മെൻറ്റ്, $10 ഞാൻ ഈ ഒരു ഇയാളുടെ കോപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ $30 ഞാൻ ഇയാളുടെ കോപ്പിക്ക് വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിവിടെ റിസ്ക് മാനേജ്മെൻറ്റിൽ പോയിട്ട് എത്ര ശതമാനം പ്രോഫിറ്റ്, എത്ര ശതമാനം സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കോപ്പി ട്രേഡിങ്ങിൽ ഇപ്പോൾ ഒരു $30 വെച്ച് കഴിഞ്ഞാൽ ഒരു 50% എൻ്റെ നഷ്ടം വന്നില്ല, $15 നഷ്ടം വന്നാൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന പോലെ ചെയ്യാം. അതുപോലെ തന്നെ 50% അല്ലെങ്കിൽ 75% പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ വെക്കാം. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് ആദ്യം, എൻ്റെ ഈ കോപ്പി ചെയ്യുന്ന പ്രോഫിറ്റ് ആദ്യം 75% ആവുകയാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റോട് കൂടി ക്ലോസ് ചെയ്യുന്നിട്ട് അത് നമ്മുടെ വാലറ്റിൽ വന്ന് എടുക്കും.
അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റിൽ ഫ്യൂച്ചർ അക്കൗണ്ടിൽ നിന്ന് $50 $15 കുറവാകുകയും ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതൊന്നും അല്ലാണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കോപ്പി ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇപ്പോൾ ഒരുപാട് പേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇയാൾ ചിലപ്പോൾ 1-2 ട്രേഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് അവരുടെ ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഇട്ട് ചെയ്താൽ നോക്കാൻ പറ്റും. സോ അത് മാത്രം വേണമെങ്കിൽ എനേബിൾ ചെയ്യാമായിരുന്നു. നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. എന്നിട്ടിപ്പോൾ ഇതിപ്പോൾ BTC USDT ഇയാൾ ട്രേഡ് ചെയ്താലും നമ്മുടെ കോപ്പി ചെയ്യില്ല. അങ്ങനെ ഓരോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, എനേബിൾ ചെയ്ത് വയ്ക്കാം. അതൊരു ഓപ്ഷനാണ്. അതിൻ്റെ പുറമെ വേറെ എന്താ വെച്ചാൽ ഇവിടെ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ അഡ്വാൻസ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത പെയർ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഇവരുടെ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രേഡർ ചിലപ്പം ഈ BTC USDT 50x ആയിരിക്കും ലിവറേജ് എടുത്തിട്ടുണ്ടാവുക. നമുക്കത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാം. ഇവിടെ അക്കോർഡിംഗ് ടു ഫ്യൂച്ചർ സെറ്റിംഗ് നമ്മുടെ ഫ്യൂച്ചറിനകത്ത് ഇപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ വോളിയത്തിനകത്ത് BTCക്ക് ആ പർട്ടിക്കുലർ ടോക്കൺ എത്രയാണോ വോളിയം സെറ്റ് ചെയ്തേക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചറിനകത്ത് നമുക്കൊരു പർട്ടിക്കുലർ ടോക്കണിൽ ഇത്ര ശതമാനം BTCക്കകത്താണെങ്കിൽ ക്രോസിനകത്ത് എത്ര ശതമാനം ലിവറേജ് കിടക്കുന്നത് 20x ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആ സെറ്റിംഗ്സിനകത്ത് അഡ്വാൻസ് സെറ്റിംഗ്സിനകത്ത് ഫ്യൂച്ചർ ട്രേഡിംഗ് സെറ്റിംഗ്സിനാക്കി കഴിഞ്ഞാൽ BTC USDT ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ 20x ആയിരിക്കും നമ്മുടെ ലിവറേജ് ഉണ്ടാവുക. അത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതല്ല ഇനി വേറെ എന്തെങ്കിലുമാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് അതിലും കുറച്ചിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതേപോലെ അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോവുക, ഇവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ അക്കോർഡിംഗ് ടു സ്പെസിഫൈ ലിവറേജ് നമ്മൾക്ക് എത്രയാണോ ലിവറേജ് താല്പര്യം അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണിക്കും ഇയാൾ ലോങ് ആണ് പോകുന്നുണ്ടെങ്കിൽ ഈ എടുക്കുന്ന ആൾ ഈ ഒരു പെയർ എസ്പെഷ്യലി BTC USDT ലോങ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10x ലിവറേജ് എടുത്താൽ മതി. അയാൾ 50x എടുത്തോട്ടെ, പക്ഷേ നമ്മുടെ 10x മാത്രം എക്സിക്യൂട്ട് ആയാൽ മതി എന്ന് പറയാം. അതുപോലെ ഷോർട്ട് ആണെങ്കിൽ 10x 11x അതിനനുസരിച്ച് നമ്മളിവിടെ ചൂസ് ചെയ്യാം. 5x അങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ അത് വളരെ ബേസിക്കാണ്. എത്ര രൂപ മാർജിൻ വേണമെന്ന് ഇടണം. ഫോളോ ട്രേഡർ വേണം നമുക്കത് യൂഷ്വലി അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ USDT എത്രയാണ് മാർജിൻ എന്ന് പറഞ്ഞാൽ USDT ആണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് വേണം. ഫോളോ ട്രേഡറിനെ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ബേസിക്കായിട്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളതെല്ലാം വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ തന്നെ 11 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മെയിൻലി AIയുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ അക്കൗണ്ട് തുടങ്ങിയില്ലെങ്കിൽ ഇപ്പം അക്കൗണ്ട് തുടങ്ങുക, KYC കംപ്ലീറ്റ് ചെയ്യുക, ചെറിയ എമൗണ്ട് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുക. ചെറിയ എമൗണ്ട് ഇട്ടാലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഭാഗ്യമാണെങ്കിൽ ഒരു BTC വരെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.